رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. صدق الله العليم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മാതൃകകളും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തെ ഉത്തരവാദിത്തപൂർണമാക്കി തീർക്കുവാൻ, അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ വളരെയേറെ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സാമൂഹിക നീതി. സാമൂഹ്യ നീതിയെപ്പറ്റി വളരെ കൂടുതൽ വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. നിയമനിർദ്ദേശങ്ങളായി നൽകുക എന്നതിലുപരി അനീതി വാഴുന്ന ഇടങ്ങളിൽ നീതിയുടെ പക്ഷത്ത്, സത്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിനെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന സംഭവ ബഹുലമായ ജീവിത മാതൃകകളെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത് ഖുർആനിന്റെ, ഹദീസിന്റെ, ഇസ്ലാമിക ശരീഅത്തിന്റെ കൽപ്പനകൾക്കപ്പുറം അല്ലാഹു ഒരു ശുദ്ധ മനസ്കനായി സൃഷ്ടിച്ച ഏതൊരു മനുഷ്യന്റെയും ഉള്ളകത്ത് കുടികൊള്ളേണ്ട ഒരു ദൈവദത്തമായ ബോധമാണ് നീതിബോധം എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന്റെ ബഹിർസ്ഫുരണം എന്ന നിലയ്ക്കാണ് മക്കയിൽ ജീവിക്കുകയായിരുന്ന ഇസ്ലാമിക പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 20ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ അനീതികളും അക്രമങ്ങളും ഒക്കെ നടമാടുന്ന ഒരു സമയത്ത് പോലും തന്റെ അമുസ്ലിം സുഹൃത്തുക്കളായ ആളുകൾ അനീതിക്കെതിരെ ഒരു സന്ധിക്ക് വേണ്ടിയും ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയും ക്ഷണിച്ചപ്പോൾ കൂട്ടുകൂടി മുമ്പോട്ട് പോയത് യമനിലെ സുവൈദ് ഗോത്രത്തിൽ നിന്നുള്ള ഒരാള് മക്കയിലേക്ക് വന്ന് സാധനങ്ങൾ വിറ്റപ്പോൾ ആ വ്യാപാരിക്ക് അതിന്റെ വില കൊടുക്കാതെ അയാളുടെ പണം നിഷേധിച്ച് അയാളോട് അക്രമം ചെയ്തു പോന്നപ്പോൾ അയാൾ അവിടെ മക്കയിലെ മലമുകളിൽ കയറി നിന്നിട്ട് പാട്ടുപാടിക്കൊണ്ട് താൻ അനുഭവിക്കുന്ന അനീതിയെ കുറിച്ച് സംസാരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ ഖുറൈശികളും മറ്റുമായിട്ടുള്ള ആളുകൾ
സംഘടിച്ച് അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിക്കുകയും അബ്ദുല്ലാഹ് ഇബ്നു ജദആന്റെ വീട്ടിൽ വെച്ച് അവർ യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ മക്കയിൽ അകത്തോ പുറത്തോ ഉള്ള ആളുകൾ മക്കയിൽ വെച്ച് അനീതിക്കിരയാക്കപ്പെട്ടാൽ അവിടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് വരെ നമ്മൾ പോരാട്ടത്തിൽ ഏർപ്പെടണമെന്ന് കഅബയുടെ പരിസരത്ത് വെച്ച് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത ആ സംഭവം ഹിൽഫുൽ ഫുളൂൽ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ സംഭവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീന കാലഘട്ടത്തിൽ പിന്നീട് ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതിന് ശേഷം മദീന കാലഘട്ടത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ട് ആ പഴയ ആ ഒരു സ്മരണ അയവിറക്കിക്കൊണ്ട് പറഞ്ഞത്, ഇസ്ലാമിൽ ഇപ്പോൾ അത്തരത്തിലൊരു സന്ധിക്ക് ക്ഷണിച്ചാലും ഞാൻ അതിന് ഉത്തരം ചെയ്യും, ഞാൻ അതിന് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ അനീതികൾ നടമാടുന്ന ഒരു ലോകത്ത് ആ അനീതിയെ അമർച്ച ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതൊരു മനുഷ്യൻ ജാതി മത ഭേദമന്യേ മനുഷ്യർ നടത്തുന്ന ഏതൊരു നീക്കത്തിനൊപ്പം നിൽക്കുക എന്നതും അതിനെ വിലമതിക്കുക എന്നതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നാണ് ഇത്തരം സംഭവങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഇപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്തർ പ്രതിഷേധാഗ്നിയിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അവിടെ നീറ്റിലെ UG എക്സാമുകളൊക്കെ തന്നെ അതിന്റെ പേരിൽ ക്രൂരമായ നിലയിൽ ചോദ്യ പേപ്പർ ചോർച്ചയുടെ പേരിൽ ചീറ്റ് ചെയ്യപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട വിദ്യാർത്ഥിനികൾ കഴിച്ചുകൂടിയിട്ട് ജന്തർ മന്തറിൽ 22 ദിവസത്തോളമായി പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ക്രൂരമായ നിലയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവിൽ ഒന്നും കിട്ടാനില്ല, പരലോകത്ത് പോലും വിശ്വാസമില്ലാത്ത ആളുകൾ നീതിക്ക് വേണ്ടി തങ്ങൾ ഇരയാക്കപ്പെട്ട പ്രശ്നത്തെ ഉന്നയിച്ചുകൊണ്ട് അവിടെ അവർ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജനാധിപത്യ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെയൊക്കെ ചെയ്തോപിക്കാൻ. നമുക്കറിയാം, നീറ്റ് പരീക്ഷയുടെ പേരിൽ ചോദ്യ പേപ്പർ ചോർച്ച എന്നത് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം. അത് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ എക്സാമുകളില് അവിടെയൊക്കെ തന്നെ ഈ ചോർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ചോർച്ചകൾ, 70ഓളം വരുന്ന വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ നടന്നിട്ടുണ്ട്. 2017ലും 2021ലും ഒക്കെ നീറ്റ് എക്സാമിന്റെ പേരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആൾമാറാട്ടവും അതേപോലെ തന്നെ ടെലഗ്രാം വഴിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൈമാറുന്ന രീതികളും ഒക്കെ വ്യാപകമായിരുന്നു. അതേപോലെ 2024 വലിയ തോതിലുള്ള ചോർച്ചകളുണ്ടായി. അതിനെ തുടർന്ന് CBI കേസ് ഏൽപ്പിച്ചു. CBI 45 ആളുകളെ കുറ്റക്കാരായി കണ്ടെത്തി കുറ്റപത്രം നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഇക്കഴിഞ്ഞ ഇപ്പോഴുള്ള 2026 പരീക്ഷാ ചോദ്യ പേപ്പറുകളെ ചോർന്നു വ്യാപകമായ നിലയിൽ ക്രമക്കേടുകളുണ്ടായി. അതിനെ തുടർന്ന് NTA ഏൽപ്പിച്ചു. NTA നിലവിലുള്ള എക്സാം, നീറ്റ് എക്സാം റദ്ദ് ചെയ്യുകയും പുതിയ റീ എക്സാം അതിനുള്ള ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ തരത്തിൽ ധാരാളമായ ചോർച്ചകൾ, നൂറുകണക്കിന് സംഭവങ്ങൾ, ധാരാളമായ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിർബാധം ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ബീഹാറിലും ജാർഖണ്ഡിലും ഗുജറാത്തിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ പരീക്ഷാ സെന്ററുകളിൽ നിന്ന് ഈ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയെന്നാൽ ഒരു പരീക്ഷയ്ക്ക് ഒരു പരീക്ഷാർത്ഥിയിൽ നിന്നും 3 ലക്ഷവും 5 ലക്ഷവും അഡ്വാൻസ് വാങ്ങുകയും ബാക്കിയുള്ള തുക 25 ലക്ഷവും 27 ലക്ഷവും ആകെ 30 ലക്ഷത്തോളം 35 ലക്ഷത്തോളം രൂപ ഒരു വിദ്യാർത്ഥിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി നൽകുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച
രൂപയുടെ മാഫിയകൾ അവരിൽ നിന്ന് ഈടാക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഈ രാജ്യത്ത് ഇങ്ങനെ ചോർത്തി എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നൂറുകണക്കിന് കോടി രൂപകളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും മാഫിയകൾ ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. ഇതിലൊക്കെ തന്നെ അസ്വസ്ഥരായി കഴിയുന്ന ജനവിഭാഗം വിദ്യാർത്ഥി തലമുറകൾ ഇവരൊക്കെ തന്നെ ഈ 3 ലക്ഷവും 5 ലക്ഷവും അഡ്വാൻസ് ആയി കൊടുത്തു. പിന്നീട് ഇവിടെ റിസൾട്ട് വരുമ്പോ ഇവിടുത്തെ കുത്തക വലിയ സമ്പന്ന വർഗം അവരുടെയൊക്കെ മക്കൾക്ക് വലിയ തോതിൽ കൈക്കൂലി കൊടുത്ത് ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോർത്തിയെടുത്ത് അതിൽ വിജയിച്ചു കഴിയുമ്പോൾ ബാക്കി പൈസ കൊടുക്കുന്ന ഏർപ്പാടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. സഹോദരന്മാരെ, മാസങ്ങളോളം എടുത്ത് രാപകലില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനികൾ അതുപോലെ ഇല്ലാത്ത കാശുണ്ടാക്കി വലിയ ഫീസ് കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനികൾ ഇവരൊക്കെ തന്നെ അസ്വസ്ഥരായി. ആകപ്പാടെ ഇവർ അസ്വസ്ഥരായി വലിയ പ്രതിഷേധത്തിൽ രോഷത്തോടെ കഴിയുന്നു. അവരുടെ മാതാപിതാക്കൾ അവർ ഉള്ളിലടക്കിയ വലിയ പ്രതിഷേധത്തോടെ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു. ഈ സമയത്താണ് 30ഓളം വരുന്ന വിദ്യാർത്ഥികള് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിത്തീരുന്നത്. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നത്. 2026 മെയ് മാസം 15 ഒരു പ്രത്യേകമായ ഒരു വാദത്തിനിടയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു പരാമർശം നടത്തി. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാത്ത യുവാക്കൾ അതുപോലെ ഒരു തൊഴിലും ഇടം കിട്ടാത്ത യുവാക്കൾ ഇവരൊക്കെ തന്നെ നമ്മുടെ പൊതു സംവിധാനത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അപകടകാരികളാണ് എന്ന അർത്ഥത്തിൽ ഒരു പ്രസ്താവനയും ഒരു പരാമർശവും ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതിനെ തുടർന്ന് രാജ്യത്തെ ആക്ടിവിസ്റ്റുകളും സാമൂഹിക വിമർശകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം വമ്പിച്ച തോതിൽ അതിനെ വിമർശിക്കുന്ന അവസ്ഥയുണ്ടായിത്തീർന്നു. പക്ഷെ ഈ സമയത്താണ് നമ്മുടെ തൊഴിലില്ലാത്ത യുവാക്കൾ ഇവിടെ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം എന്നത് ഇവിടുത്തെ അതിസമ്പന്ന വർഗത്തിന് ഇതേപോലെ തന്നെ ചൂഷണം ചെയ്യാനും തട്ടിയെടുക്കാനും ഒക്കെ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കുകയും മറുഭാഗത്ത് പഠിച്ചിട്ട് അധ്വാനിച്ചിട്ടും അവർക്ക് ജോലി നേടാൻ കഴിയാതെ തൊഴിലില്ലാതെ പോകുന്ന അല്ലെങ്കിൽ വിജയം നേടാൻ കഴിയാതെ പോകുന്ന യുവാക്കൾ അവരെ ഇവിടെ അപഹസിക്കുകയാണ് ചെയ്തതെന്ന് അവർക്ക് തോന്നുകയാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാമിലെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന അമേരിക്കയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അഥവാ കേരളത്തിലെ കഴിഞ്ഞ ഈ 2020 കാലഘട്ടങ്ങളില് 2023-24 കാലഘട്ടങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ അവരുടെ സോഷ്യൽ മീഡിയയുടെ തന്ത്രജ്ഞനായിരുന്ന ഒരു ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, ജേർണലിസത്തിൽ ബിരുദമുള്ളവൻ, അവൻ അമേരിക്കയിലേക്ക് പഠനത്തിന് പോയി. അവിടെ അദ്ദേഹം ബിരുദങ്ങൾ നേടി. സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ തന്നെ വൻപിച്ച പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശത്തെ പരിഹാസ്യമായ നിലയിൽ അയാൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ജനതാ പാർട്ടി എന്ന അർത്ഥത്തില് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ പാറ്റകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് പരിഹാസ്യമായ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ആമുഖം നൽകിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത്. ഇതിനെ തുടർന്നാണ് രാജ്യത്ത് വ്യാപകമായി അസ്വസ്ഥരായ യുവാക്കൾ മുഴുവൻ അതിനെ ഫോളോ ചെയ്യുകയും അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകള് അവരുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന അവസ്ഥ. നിലവിലുള്ള BJPക്കുള്ള അംഗസംഖ്യയേക്കാൾ ഫോളോവേഴ്സ് അവർക്കുണ്ടായിത്തീരുന്ന അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരന്മാരെ, അപ്പോൾ അവരുടെ ആവശ്യം ഇപ്പോൾ അവർ വമ്പിച്ച ഒരു പ്രക്ഷോഭത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, നീറ്റ് എക്സാമിലെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ കീഴിൽ നടക്കുന്ന പരീക്ഷകളിലുള്ള ചോർച്ചകളും ക്രമക്കേടുകളും അവസാനിപ്പിക്കണം, ഉത്തരവാദിത്തം പൂർണ്ണമാക്കണം. 30ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും 1 കോടി വീതം നഷ്ടപരിഹാരം നൽകണം.
ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ ധർമ്മേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ. കഴിഞ്ഞ 20 ദിവസങ്ങൾ, ഇന്നിപ്പോ 22ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോ ഓരോ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ കലാലയങ്ങൾ ഭേദിച്ച് ജന്തർ മന്ദറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തടഞ്ഞു നിർത്താൻ ഒരു ഭരണ സംവിധാനത്തിനും കഴിയില്ല എന്ന താക്കീതുമായിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അവർക്ക് നീതി കിട്ടണം. ഒരു രാജ്യം ഫാഷിസത്തിന്റെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നിട്ട് ഇവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് ഓരോരോ മേഖലകളിലും വിദ്യാഭ്യാസ, തൊഴിൽ, രാഷ്ട്രീയ, സാമൂഹിക, നീതിന്യായ രംഗങ്ങളിലൊക്കെ നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് അനുഭവപ്പെട്ടത് അവരുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഭാവിക്ക് അപകടം വരുത്തുന്ന നിലയിലുള്ള അനീതിയാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. ആ വിഷയത്തിൽ അവർ വളരെയധികം രോഷാകുലരാണ്, വമ്പിച്ച പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമ്മുടെ ഭരണകൂടം പോലീസിനെ വിട്ടിട്ട് ലാത്തി ഉപയോഗിച്ച് അവരെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളെ പോലും വനിതാ പോലീസിന്റെ അകമ്പടിയില്ലാതെ പെൺകുട്ടികളെ പോലും അങ്ങേയറ്റം അവരെ അപഹസിക്കുന്ന നിലയിൽ, അവരെ അപമാനിക്കുന്ന തരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് പോലും കടന്നു കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റിട്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരന്മാരും സഹോദരന്മാരെ ഈ സമരം കത്തിപ്പടരുകയാണ്. ഇപ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളിലേക്കും ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമൊക്കെ ആയപ്പോഴാണ്, ഇത്രയും വലിയ ജനപിന്തുണ കിട്ടിയെന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഭരണകൂടം, നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത്. അപ്പൊ പിന്നെ ജനകീയമായി കഴിഞ്ഞു, ഇനി നമുക്കും കൂടി അതിൽ പോയിട്ട് അതിന്റെ ലാഭം നേടാമെന്നായിരിക്കാം അവരൊക്കെ പോയി പിന്തുണ അറിയിക്കാൻ പോയത്. 20 ദിവസം പിന്നിട്ടതിന് ശേഷമാണ്. അതുവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെയും പുതിയ തലമുറയെയും ബാധിക്കുന്ന അതിരൂക്ഷമായ അനീതി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഏറ്റെടുക്കാൻ നട്ടലില്ലാത്ത പ്രതിപക്ഷങ്ങളാണ് ഈ രാജ്യത്തുള്ളത് എന്നത് അപകടകരമാണ്. നിങ്ങൾ നോക്കണം, പുതിയ തലമുറ, ഈ പുതിയ തലമുറയെ ജെൻസി എന്നാണ് വിളിക്കുക. ജെൻസി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാല് ഇവര് 1997-ലും 2012-നും ഇടയിൽ ജനിച്ചവരാണ്. ഈ സമയത്താണ് ഇവിടെ സോഷ്യൽ മീഡിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ വളരെ സജീവമാകുന്ന ഘട്ടം, ഐഫോണുകൾ വ്യാപകമാകുന്ന സമയം, സ്മാർട്ട് ഫോണുകൾ, ഇന്റർനെറ്റ് വ്യാപകമാകുന്ന സമയം. ഈ സമയത്ത് ജനിച്ച കുട്ടികൾക്ക് അതിൻ്റെതായ ഭാഷാ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ജനങ്ങളോട് സംവദിക്കേണ്ടത് എന്ന് ഈ പഴയ ആളുകളെക്കാൾ കൂടുതൽ നന്നായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് പുതിയ തലമുറയിൽ നമ്മളൊക്കെ ഇരുന്നിട്ട് അന്തം വിട്ട് നോക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും കുട്ടികൾ ഒത്തുകൂടുന്നത്? നമ്മൾ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. ആ കുട്ടികൾക്കറിയാം, അവർ കാലഘട്ടത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നെടുനീളം പ്രസ്താവനകളും പ്രസംഗങ്ങളും ലേഖനങ്ങളും അവരിൽ കാണൂല. വമ്പിച്ച പ്രഭാഷണങ്ങൾ കാണില്ല. അവർ പരിഹാസ്യമാക്കിയതിനെ ഹാസ്യപ്രസ്ഥാനമാക്കി രാജ്യത്തിന്റെ ഗൗരവതരമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വളരെ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ മനുഷ്യർ ആത്മാർത്ഥതയില്ലാത്തവരായി മാറുമ്പോൾ സത്യസന്ധമായി പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പുതിയ തലമുറയിൽ അവിടെ വേഷവും കോലവും അവിടെ ഈ പറയപ്പെടുന്ന ഈ ജന്നിന്റെ ഇവരുടെയൊക്കെ തന്നെ ഈ മുദ്രാവാക്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. പക്ഷെ അവരുടെ രാഷ്ട്രീയം ആത്മാർത്ഥതയുള്ളതാണ്. അവർ ആത്മാർത്ഥമായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വളരെ വാൽമീകത്തിൽ ഒഴുക്കുകയാണ് മൗനത്തിന്റെ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ രാഹുൽ ഗാന്ധി വളരെ ഗൗരവതരമായി രാഷ്ട്രീയം പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹം പോയി അവസാനമാണ് അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹം അവിടെ പോയിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ സമയത്താണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറാവുന്നത്. അപ്പോഴും തറയിലിട്ട് നിലത്തിട്ട് വലിച്ചിഴച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുമ്പോഴും അദ്ദേഹത്തിൽ നിന്നും ബ്ലഡ് ചീറ്റുമ്പോഴും അത്തരത്തിലുള്ള
പ്രശ്നങ്ങളെ, ഒരു പ്രതിപക്ഷ നേതാവ് അനുഭവിക്കുന്ന പ്രശ്നത്തെ രൂക്ഷമായി കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ തലസ്ഥാനത്തെയും രാജ്യത്തിന്റെ തെരുവോരങ്ങളെയും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാക്കാൻ ഇവിടുത്തെ മതേതര പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് പരാജയമാണ്, പരാജയം. സഹോദരന്മാരെ, ഇവിടെ ഇതൊക്കെ തന്നെ ഈ പറയപ്പെടുന്ന ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തോടൊപ്പമുള്ള കുറെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഒക്കെ കൂടിയിട്ടുള്ള ഇതിന്റെ പിന്നിലുള്ള ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കും ആവശ്യങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ എത്ര ദീർഘായുസുണ്ടെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എത്ര വലുതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു പ്രക്ഷോഭം പിന്തുണ അർഹിക്കുന്നതാണ്. മുസ്ലിങ്ങളൊന്നും വ്യാപകമായിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല. കാരണം എന്താ? കഴിഞ്ഞ മുസ്ലിങ്ങൾ നേരിട്ട പൗരത്വ പ്രക്ഷോഭകാലത്ത്, CAA NRC പ്രക്ഷോഭകാലത്ത് അതിൽ പങ്കെടുത്തതിന്റെ പേരിൽ, ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ വ്യാപകമായി വേട്ടയാടപ്പെട്ടു. പലരും ഭയന്നു പോയിട്ടുണ്ടാവും. അവിടേക്കൊന്നും ഇല്ല. അതൊരർത്ഥത്തിലുണ്ടാവാം. മറ്റൊന്നും, ഏത് പുതിയതിനെയും നോക്കിക്കണ്ട് ഇടപെടുക എന്ന ഒരു പക്വമായ ഒരു സമീപനം, അതിന്റെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഭയപ്പെട്ടു പോയത് കൊണ്ടാണോ മുസ്ലിങ്ങൾ വ്യാപകമായ നിലയിൽ അത്തരം മേഖലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ? വേറൊന്നുമാകാം. നമ്മളൊക്കെ പോയിട്ട് അതിനെയൊക്കെ ഇനി വേറെ അർത്ഥത്തിൽ തീവ്രവാദികളുടെ ഒരു പരിപാടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ സമരത്തെ ഇനി ഇല്ലായ്മ മന്ദീഭവിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുമാകാം. എന്തായാലും ഇത് ഭയപ്പെട്ടിട്ടാണ് മുസ്ലിം സമൂഹം പിന്മാറുന്നതെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ അപകടം ചെയ്യും, പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതല്ല, പക്വമായ ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്, അവസരത്തിനനുസരിച്ച് ഉയർന്നുകൊണ്ട് പക്വമായ നിലയിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് മറ്റൊരു കാര്യം. സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് അനീതികളുടെ നിലയ്ക്കാത്ത പ്രവാഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ നീറ്റ് എക്സാം, UG എക്സാം ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവേചനങ്ങളും ചൂഷണങ്ങളും തട്ടിപ്പുകളും ചീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് പൊള്ളുന്ന മനസ്സോടെ തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ബേസിക് നീഡ്സ്, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ, ഒരു രാജ്യത്തെ അടിസ്ഥാന പൗരൻ എന്ന നിലയിൽ, ഒരു മുസ്ലിം വ്യക്തി എന്ന നിലയിൽ നമ്മുടെ പൗരാവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമുക്കെന്തേ അവകാശബോധം ഉണ്ടാവാത്തത്? വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസമുള്ളത് കൊണ്ട്, അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധമുള്ളത് കൊണ്ട്, രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്നത് കൊണ്ട് അവർക്ക് അവരുടെ അറിവും തിരിച്ചറിവും അത് ഇച്ഛാശക്തിയായി മാറി അവർ പ്രക്ഷോഭം തീർക്കുകയാണ്. നമ്മൾ വേറെ ഏതോ ലോകത്താണ്. നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ജന്തർ മന്ദറിൽ ആ യുവതീ യുവാക്കൾ പ്രക്ഷോഭത്തിലാണ്. അവരുയർത്തിയ രാഷ്ട്രീയം നമ്മളിവിടെ എന്തെടുക്കുകയാണ്? നമ്മൾ അനുഭവിക്കുന്ന എത്രയെത്ര പ്രശ്നങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നു സർക്കാരുകൾ. നിങ്ങൾ നോക്കൂ, എന്താണ് PM ശ്രീ പദ്ധതി? നമുക്കൊക്കെ അറിയാമല്ലോ. ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് പുതിയൊരു വിദ്യാഭ്യാസ നയമുണ്ടാക്കി കേന്ദ്ര സർക്കാർ. അവരുടെ ഉദ്ദേശം എന്താണ്? നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയെ പൊളിച്ചെഴുതണം. സംഘ് പരിവാർ രാഷ്ട്രീയത്തിനനുസരിച്ച് സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ മനുവിന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു. അത് നടപ്പിലാക്കണം. അവിടെ നിന്നും ഇന്ത്യ രാജ്യത്തിൽ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ അർപ്പിച്ചിട്ടുള്ള, രാജ്യത്തിന് അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളെ തമസ്കരിക്കണം. രാജ്യത്തെ മുസ്ലിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട വിഭാഗത്തിന്റെ വേരുകൾ പറിച്ചു മാറ്റണം. നിങ്ങൾ ഈ രാജ്യത്തെ അധികപ്പറ്റാണ്. ഇവിടത്തെ നിർമ്മാണത്തിലോ ഇവിടത്തെ മറ്റേതെങ്കിലും മേഖലയിലോ ഒരു സംഭാവനയും അർപ്പിക്കാത്ത, നിങ്ങൾ ചരിത്രത്തിലേ ഇല്ലാത്തവരും സീറോയാണ് എന്ന് വരുത്തി തീർക്കാൻ ചരിത്രപരമായി അവരെ തള്ളണം വിദ്യാർത്ഥി തലമുറയ്ക്ക്. അങ്ങനെ പാഠപുസ്തകങ്ങളിൽ നിന്നും മുസ്ലിം സംഭാവനകൾ, ഭരണാധികാരികളുടെ സംഭാവനകളെ എഴുതി തള്ളുന്ന, അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയുന്ന സമീപനങ്ങൾ,
നമ്മുടെ ചിഹ്നങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് മറ്റേതോ പേരുകൾ ഇട്ടിട്ട് പരിചയപ്പെടുത്തി കള്ളക്കഥകൾ കുത്തിക്കയറ്റുന്ന അവസ്ഥകൾ, പൗരാണിക കാലത്തെ ഏതോ ഇതിഹാസങ്ങൾ, കഥകൾ, കെട്ടുകഥകളെ കൊണ്ടുവന്ന് ശാസ്ത്രമാക്കി അവതരിപ്പിച്ചിട്ട് പുതിയ കാലത്ത് പുതിയ ഒരു വേദശാസ്ത്രം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ തുടങ്ങി മുസ്ലിം അപരവിദ്വേഷങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പാഠഭാഗങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് നടപ്പിലാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കുതന്ത്രമാണ് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് 60-40 അനുപാതത്തിൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അവർ അവിടേക്ക് ഇടപെടുകയും എന്നിട്ട് അത് നടപ്പാക്കാൻ തയ്യാറല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്കൂളുകളിലേക്ക് നടപ്പാക്കാൻ ശ്രമിക്കുകയും നടപ്പാക്കാൻ തയ്യാറല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് തടഞ്ഞു വെച്ച് അവരെ പ്രകോപിപ്പിച്ചത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തന്ത്രത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടും രാഷ്ട്രീയ ധാർമ്മികത കൊണ്ടും ശുദ്ധി കൊണ്ടും മാത്രമേ ഏതൊരു ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് അവർക്കൊപ്പം നിൽക്കുകയാണ്. നമ്മൾ മുസ്ലിം ഘടകകക്ഷിയായി കാണുന്ന പാർട്ടികൾക്ക് പോലും എതിരഭിപ്രായമില്ല. അന്ന് അറബിക്കടലിൽ എടുത്തു കളയുമെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ ഒരു കടലിലും അത് കളയുന്നില്ല, ഒരു കായലിൽ കളയാൻ തയ്യാറല്ല. അവർക്ക് അതിനൊപ്പം നിൽക്കുകയാണ്. ഭരണം കിട്ടുന്നതിന് മുമ്പ് നിലപാട്, ഭരണം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സമുദായമൊന്നുമില്ല. നമ്മുടെ ഭരണം, നമ്മുടെ അധികാരം അത് സംരക്ഷിക്കണം എന്നതിന് മുമ്പോട്ട്. ഇപ്പോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കും, വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര വഖഫ് അമെൻമെന്റ് ആക്ട്, വഖഫ് ഭേദഗതി നിയമം പുതുതായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ കോടിക്കണക്കിന് സ്വത്ത് തട്ടിയെടുക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തന്ത്രപരമായ രീതി, അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് വഖഫ് ഭേദഗതി നിയമം ഉണ്ടാക്കിയത്. അത് പ്രകാരം അവർ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധത്തിൽ ഒരു സമൂഹത്തിലെയും അഭിമാനമുള്ള ഒരു സമുദായത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മതപരമായ സ്വകാര്യമായ മതാചാര പ്രകാരമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പേരിൽ സമർപ്പിച്ചിട്ടുള്ള ആ ഭൂമിയുടെ കൈകാര്യാധികാര നിർവഹണത്തിന്റെ കേന്ദ്രത്തിലേക്ക് ദുസ്സാഠ്യം ഭരണകൂടത്തിന്റെ, സംഘപരിവാർ ഭരണകൂടത്തിന്റെ ദുസ്സാഠ്യം 2 അമുസ്ലിം പ്രതിനിധികളെ കയറ്റണം എന്ന് പറയും. നിങ്ങൾ നോക്കൂ എത്രമാത്രം തെമ്മാടിത്തമാണിത്. നിങ്ങൾ നോക്കൂ, ദേവസ്വം ബോർഡിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. എന്തിനാണ് ദേവസ്വം ബോർഡിൽ അവരുടെ സ്വകാര്യമായ മതപരമായ കാര്യങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ സ്വകാര്യതകൾ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നത്തിൽ എന്തിനാണ് മറ്റൊരു സമുദായത്തെ തിരികെ കയറ്റേണ്ടതെന്ന് നമ്മൾ ചോദിക്കൂലേ? മുസ്ലിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടവകളിലും സഭകളിലും, അതേപോലെ തന്നെ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ വേണമെന്ന് പറഞ്ഞാൽ എത്രമാത്രം അസംബന്ധമായ കാര്യമായിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു തോന്നിയാസം അമെൻമെന്റ് ആക്ടിന്റെ പേരിൽ കേന്ദ്ര വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ പാസാക്കിയപ്പോൾ സ്വാഭാവികമായും സാമാന്യ യുക്തിക്കും നീതിബോധത്തിന് നിരക്കാത്ത കാര്യമെന്ന നിലയിൽ കേരള നിയമസഭയിൽ ചർച്ച ചെയ്തു. മുമ്പ് അന്നത്തെ ഇവിടുത്തെ LDF ഗവൺമെന്റും പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF-ഉം അവരൊക്കെ ഒരുമിച്ച് സംയുക്തമായ പ്രസ്താവനയിലൂടെ അതിനെ പുറന്തള്ളാൻ തന്നെ തീരുമാനിച്ചു, അതിനെതിരെ നിലപാടെടുത്തു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റിക്കഴിഞ്ഞു. ദൗർഭാഗ്യകരമെന്ന് പറയാൻ കേരള മുഖ്യമന്ത്രി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഖഫ് ഭൂമിക്കെതിരെ വ്യക്തമായ തെളിവുകളും രേഖകളും വെച്ച് സംസാരിച്ച് സമർത്ഥിക്കാൻ കഴിയുന്ന മുനമ്പം വഖഫ് ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു ദൗർഭാഗ്യകരമെന്ന് പറയാം കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ ഘടകകക്ഷിയാക്കി നിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കൊണ്ട് അവന്റെ സ്വന്തം സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കും മത കേന്ദ്രങ്ങൾക്കും എതിരെ നിലപാടെടുപ്പിച്ച് കൂടെ നിർത്തുന്ന രാഷ്ട്രീയ കുതന്ത്രം കളിക്കുകയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഇതിനെതിരെ വഖഫ് ബോർഡിനെതിരെ അന്യായം ബോധിപ്പിച്ചു. അതിനുള്ളിലേക്ക് 2 മുസ്ലിം പ്രതിനിധികളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര ഭേദഗതി നിയമം നടപ്പാക്കിയിട്ടില്ല, അതുകൊണ്ട് അതിനെ അസ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുത്തു ഹൈക്കോടതിയിൽ. പ്രിയമുള്ളവരെ, അതേ ഭാഷയിൽ തന്നെയാണ്
ഇപ്പോ ഇവിടത്തേക്ക് മുസ്ലിം ഘടകകക്ഷിയും നിലപാടെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കേരള സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നതും അത് നടപ്പാക്കുന്നതിന് അനുകൂലമായിട്ടാണ്. ഷോൺ ജോർജ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ആ ഹർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് കേരളത്തിലെ വഖഫ് ബോർഡ് പുനഃസംവിധാനം ചെയ്യണമെന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രമാത്രം വഞ്ചനാപരമായ നിലപാടാണ്! മുസ്ലിം സമുദായത്തിന്റെ വോട്ടൊക്കെ വാങ്ങി അവിടെ നീതി പറഞ്ഞു, സത്യം പറഞ്ഞു, സംഘപരിവാറിന്റെ കാലഘട്ടത്തിന്റെ വംശീയ ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു, നമുക്കൊക്കെ തന്നെ നമ്മുടെ കാര്യങ്ങൾ സുരക്ഷിതമാകുമെന്ന് പറഞ്ഞു. വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയിട്ട് സംഘപരിവാർ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾക്കൊപ്പം ഒരു ഭരണകൂടത്തെ മുഴുവൻ കൊണ്ടുപോയി മുസ്ലിം സമുദായത്തെ കൂടെ കൂട്ടുനിർത്തുന്ന ദാരുണമായ, പ്രതിഷേധമില്ലാത്ത, നിഷ്ക്രിയമായ, നിഷ്ഠൂരമായ അവസ്ഥകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൽ ചൂഷണം അനുഭവപ്പെട്ടപ്പോ, അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചൂഷണം അനുഭവപ്പെട്ടപ്പോ നീതിബോധം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥി സമൂഹം പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു പ്രക്ഷോഭ മനസ്ഥിതി അല്ലെങ്കിൽ ജനാധിപത്യപരമായ പ്രതിഷേധിക്കാൻ പോലുമുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഇല്ലാതെ പോകുന്നത് നമ്മളൊക്കെ തന്നെ മൂല്യങ്ങൾ ക്ഷയിച്ചു പോയ എന്തോ ചണ്ടികളായി പോവുകയാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട സന്ദർഭമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഇന്ന് മഹല്ലു കൂട്ടായ്മയൊക്കെ വമ്പിച്ച നിലയിൽ കേരള സംസ്ഥാനത്തിന്റെ ഈ വഖഫ് വിരുദ്ധമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനോട് പ്രതിഷേധം അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ഷൊർണൂർ മുസ്ലിം ജമാഅത്തും കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ വഖഫ് വിരുദ്ധ നിലപാടിൽ ശക്തമായി പ്രതിഷേധം അറിയിക്കുകയാണ്. അതിനെതിരെ നമ്മൾ നിലപാടെടുക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സന്മനസ്സുകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, അതോടൊപ്പം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. ജീവിച്ചിരുന്ന പണ്ഡിതനിൽ ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം ഇസ്ലാമിക ശരീഅത്തിൽ വളരെ അവഗാഹമുള്ള പണ്ഡിതൻ എന്നതിനപ്പുറം ലോക മുസ്ലിം ഗതിവിഗതികളെ നോക്കിക്കാണുകയും എല്ലാ ഭാഷകളിലും സംവദിക്കുകയും ചെയ്യാൻ ത്രാണിയുള്ള, അഥവാ ലോക ആഗോള മുസ്ലിം അവസ്ഥകളിൽ ചലനങ്ങൾ നോക്കിക്കണ്ടിരുന്ന, ദേശീയ തലത്തിൽ മുസ്ലിം പ്രശ്നങ്ങളെ വിലയിരുത്തിയിരുന്ന, അതിലൊക്കെ കൃത്യമായ നിലപാടുണ്ടായിരുന്ന, അതോടൊപ്പം മുസ്ലിം ബഹുജനങ്ങളോട് സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പാലം പണിയാൻ താല്പര്യപ്പെട്ടിരുന്ന നല്ലൊരു മഹാവ്യക്തിത്വമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നഷ്ടം നികത്തുമാറാകട്ടെ. അദ്ദേഹത്തിന് അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ കുറവുകളും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.